ഹായ് അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഞാനിന്ന് കാബേജ് തോരൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. നമ്മളെല്ലാവരും സാധാരണ കാബേജ് തോരൻ വെക്കാറുണ്ട് അല്ലേ, പക്ഷേ അതിലേക്ക് ഒരു ഇൻഗ്രീഡിയൻസും കൂടെ ഏറെ ഇട്ട് കൊടുത്താൽ അത് സദ്യ സ്പെഷ്യൽ കാബേജ് തോരനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെങ്ങനെ സദ്യ സ്പെഷ്യൽ കാബേജ് തോരൻ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ ഇത് നമുക്ക് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ. പിന്നെ ഇപ്പോൾ സദ്യയൊക്കെ ഉണ്ടാക്കിയെടുക്കുകയാണെങ്കിൽ ഈ ഒരു രീതിയിൽ തന്നെ തോരൻ റെഡിയാക്കി ഉണ്ടാക്കുക, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ കാബേജ് നന്നായിട്ട് തന്നെ കഴുകി എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇതുപോലെ തിന്നാക്കിയിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കാബേജ് കട്ട് ചെയ്യുന്നത് തന്നെ ഒക്കെ എല്ലാവർക്കും അറിയുന്നതായിരിക്കും, എന്നാലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇതുപോലെ നേരിയതാക്കിയിട്ട് വേണം കട്ട് ചെയ്തെടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇതാ ഒരു കാബേജ് എടുത്തിട്ടുണ്ടായിരുന്നു, ഒരു മീഡിയം സൈസിലുള്ള കാബേജ് ഒന്ന് മുഴുവനായിട്ട് തന്നെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ മുഴുവൻ തന്നെ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഉണ്ടല്ലോ തിന്നാക്കിയിട്ട് തന്നെ കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി നമുക്കത് റെഡിയാക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് അതിലേക്ക് 4 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള റെസിപ്പിയൊക്കെ ചെയ്തെടുക്കുമ്പോൾ വെളിച്ചെണ്ണ തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി വെളിച്ചെണ്ണ നന്നായിട്ട് തന്നെ ചൂടായി വരുന്ന സമയത്ത് 1/2 ടീസ്പൂൺ കടുകും 1 ടീസ്പൂണോളം ഉഴുന്നും കൂടെ ചേർത്ത് കൊടുക്കട്ടെ. ഈ ഒരു ഉഴുന്നാണ് സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ ഉഴുന്നും കൂടെ ഒരു കാബേജ് തോരൻ ഉണ്ടാകുമ്പോൾ കഴിക്കുന്ന സമയത്ത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ അത് സ്കിപ്പ് ചെയ്യാതെ ചേർത്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അതിൻ്റെ കൂടെ തന്നെ 2-3 വറ്റൽമുളകും ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ വറ്റൽമുളക് കയ്യിലില്ലാത്തതുകൊണ്ട് സാധാ പച്ചമുളകൊന്ന് കീറിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കി എടുക്കുക. അതിനുശേഷം നമുക്ക് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള കാബേജ് മുഴുവനായിട്ട് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയിപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, ഇനിയിപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടാക്കുന്നവരുണ്ടാവും, മഞ്ഞൾപ്പൊടി ഇടാതെ ഉണ്ടാക്കുന്നവരുണ്ടാവും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് മഞ്ഞൾപ്പൊടി വേണോ വേണ്ട ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുമ്പോഴാണ് കറക്റ്റായിട്ട് ആ കാണാനുള്ളൊരു ഭംഗിയൊക്കെ കാബേജ് തോരന് ലഭിക്കുക. അപ്പോൾ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കുകയാണ്. ഇനി ലോ ഫ്ലെയിമിലിട്ടിട്ട് അടച്ച് വെച്ച് കൊടുക്കാതെ നമുക്കിത് വേവിച്ചെടുക്കണം. അത് അടച്ച് വെച്ച് കൊടുക്കരുത് കേട്ടോ. ഇനി അത് അവിടെ വേവുന്ന സമയം കൊണ്ട് അതിലേക്ക് വേണ്ടിയിട്ടുള്ള അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട്. ഒരു തേങ്ങയുടെ പകുതി ഭാഗം മുഴുവനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഒരു മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് തേങ്ങ. ഇനി അതിൻ്റെ കൂടെ തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ 1/2 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാബേജിൽ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ, അപ്പോൾ അതിനും കൂടി വേണ്ടിയിട്ടുള്ളത് തേങ്ങയിൽ ചേർത്ത് കൊടുത്താൽ മതി. അതിൻ്റെ കൂടെ തന്നെ എരിവിന് ആവശ്യത്തിനുള്ള പച്ചമുളകും കൂടെ ചേർത്ത് കൊടുത്ത് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് കൊണ്ടുവരാം. ഇനി അതിൻ്റെ ഇടയിൽ കാബേജ് ഇളക്കി കൊടുക്കാൻ മറക്കരുത് കേട്ടോ. ഇതുപോലെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് വേണം കാബേജ് റെഡിയാക്കി എടുക്കാൻ. അപ്പോൾ ഇതാ തേങ്ങ നന്നായിട്ട് തന്നെ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ടല്ലോ ഓവർ ഫൈനായിട്ടൊന്നും അരച്ചെടുക്കരുത് കേട്ടോ, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് കാബേജിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും കാബേജ് ഇവിടെ പകുതി വേവൊക്കെ ആയിട്ടുണ്ടാവും കേട്ടോ. ആ ഒരു സമയത്ത് വേണം തേങ്ങ ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതുപോലെ 2-3 പ്രാവശ്യം കൂടെ മിക്സ് ചെയ്ത് ഇളക്കി കൊടുക്കുക. ഇടവിട്ട് ഇളക്കി കൊടുത്തിട്ട് ഇത് വേവിച്ചെടുക്കുക. ഈ ഒരു സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, കുറവുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റും. ഇപ്പോൾ ഇതാ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 5 മിനിറ്റ് കൊണ്ട് തന്നെ കാബേജ് വെന്ത് കിട്ടും കേട്ടോ. അപ്പം അധികം വേവൊന്നുമില്ല, പെട്ടെന്ന് തന്നെ വേവും. അപ്പോൾ അടച്ച് വെച്ച് കൊടുക്കാതെ വേവിച്ചെടുക്കുക, അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. അടച്ച് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിലുള്ള വെള്ളമൊക്കെ ഇറങ്ങിയിട്ട് കാബേജ് ഉണ്ടായിട്ട് മാറും കേട്ടോ. ഇതുപോലെ എന്താ പറയുക, നല്ല ഡ്രൈ ആയിട്ട് നമുക്ക് കാബേജ് തോരൻ റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിപ്പോൾ ഒരു പ്ലേറ്റിലേക്കും മാറ്റി കൊടുക്കുകയാണ്. ഇത്രയേ ഉള്ളൂ, നല്ല സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ. എന്നാൽ അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഈ ഒരു റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് അതിൻ്റെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്യട്ടോ. പുതിയ വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.